Dear students, welcome to class of non-destructive testing. In this class, we will discuss the topics films and the screens used in industrial radiography. First topic, films used in industrial radiography. Radiographic film is a medium that records the image of objects exposed to radiation such as X-rays and gamma rays. റേഡിയോഗ്രഫി ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡാണ്. അതിൽ യൂസ് ചെയ്യുന്നത് റേഡിയേഷൻ, അതായത് എക്സ്റേ റേഡിയേഷൻ ആൻഡ് ഗാമ റേഡിയേഷൻസ് വെച്ചിട്ടാണ് സ്പെസിമെനെ ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നത് ആ ഫിലിമിൽ നിന്നാണ്. ഓക്കെ, ആ റേഡിയോഗ്രാഫിക് ഫിലിമിൽ നിന്നാണ് അതിൻ്റെ ഇമേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് റേഡിയോഗ്രാഫിക് ഫിലിം ഈസ് എ മീഡിയം ദാറ്റ് റെക്കോർഡ്സ് ഇമേജ് ഓഫ് ഒബ്ജക്റ്റ്. ആ ടെസ്റ്റ് സ്പെസിമെൻ്റെ ഇമേജ് റെക്കോർഡ് ചെയ്യുന്നത് റേഡിയോഗ്രാഫിക് ഫിലിമിലാണ്. ദ പ്രോപ്പർട്ടി ഓഫ് ദിസ് ഫോട്ടോഗ്രാഫിക് ഫിലിം ഈസ് ദാറ്റ് വെനെവർ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇറ്റ് ഡാർക്കൻസ് ആൻഡ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡാർക്കനിങ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഫോളിങ് ഓൺ ഇറ്റ്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെയാണ്. ഒരു ടെസ്റ്റ് സ്പെസിമെൻ ഉണ്ട്, ഒരു എക്സ്റേ സോഴ്സ് അല്ലെങ്കിൽ റേഡിയേഷൻ സോഴ്സ് ഉണ്ട്, പിന്നെ ടെസ്റ്റ് സ്പെസിമെൻ്റെ താഴെയായിട്ട് ഒരു ഫിലിമും വെച്ചിട്ടുണ്ട്. ആ ഫിലിമിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ്റേ സോഴ്സ് എന്നുണ്ട് റേഡിയേഷൻസ്, എക്സ്റേ റേഡിയേഷൻസ് വരുന്നുണ്ട്. അത് ആ ടെസ്റ്റ് സ്പെസിമെനിലൂടെ പാസ് ചെയ്യും. പാസ് ചെയ്യുന്ന സമയത്ത് ആ എക്സ്റേയും മെറ്റീരിയലും തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്. ആ ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് കുറച്ച് പോർഷൻ അവിടെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് സർഫസിൽ എൻ്റർ ചെയ്യുന്ന സെയിം റേഡിയേഷൻ അല്ല ലീവ് ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എക്സ്റേ ആൻഡ് ടെസ്റ്റ് സ്പെസിമെൻ. ഓക്കെ, ഇനി എത്രത്തോളം അതിവിടെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ അതിൽ വല്ല വോയിഡ്സോ അല്ലെങ്കിൽ ഡിഫക്ട്സ് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. കൂടുതൽ തിക്കാണെങ്കിൽ ഈ സ്പെസിമെൻ വിട്ട് പുറത്തേക്ക് വരുന്ന അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? ലെസ് ആയിരിക്കും. നേരെ മറിച്ച് ഇവിടെ തിക്നെസ് കുറവാണ്, ഈ ഒരു റീജിയണിൽ മെറ്റീരിയലിൻ്റെ തിക്നെസ് കുറവാണ്, അവിടുന്ന് പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരുന്ന ആ റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും ഈ ഒരു റീജിയനെ കമ്പയർ ചെയ്തിട്ട്. കാരണം ഇവിടെ തിക്നെസ് കൂടുതലാണ്, തിക്നെസ് കൂടിയെടുക്കുക അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. അതേപോലെ വോയിഡ്സ്, ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ബ്ലോ ഹോൾ പോലെയുള്ള ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അവിടെയും മെറ്റീരിയൽ എക്സ്റേ ആ റേഡിയേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മെറ്റീരിയൽ ഷോർട്ടേജ് വന്നു. ആ സമയത്ത് എന്താണ്, ആ എക്സ്റേ റേഡിയേഷന് ട്രാവലിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചവിടെ കുറവ് വന്നു. അതിന് പ്രൊപ്പോർഷണലായിട്ട് ഇൻറ്റൻസിറ്റി റിഡക്ഷൻ, അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. മീൻസ് മോർ എമൗണ്ട് ഓഫ് എക്സ്റേ വിൽ ബി കമ്മിങ് ഔട്ട് ഓഫ് ദി സ്പെസിമെൻ. ഇനി ആ എക്സ്റേ ആ സ്പെസിമെൻ വിട്ട് പുറത്തേക്ക് വരുന്ന എക്സ്റേ നേരെ ഫിലിമിൽ പോയി സ്ട്രൈക്ക് ചെയ്യും. ആ ഫിലിമിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ എവിടെയാണോ കൂടുതൽ എമൗണ്ട് ഓഫ് റേഡിയേഷൻ സ്ട്രൈക്ക് ചെയ്യുന്നത് അവിടെ ഡാർക്കനിങ് കൂടുതലായിരിക്കും. ഇപ്പം ഇവിടെ കൂടുതൽ എമൗണ്ട് ഓഫ് റേഡിയേഷൻ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ഫിലിമിൻ്റെ മുകളിൽ, കാരണം ഇവിടെ തിക്നെസ് കുറവായതുകൊണ്ട് ആ ലൊക്കേഷനിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡാർക്കനിങ് കൂടുതലായിരിക്കും. അതേപോലെ ഇവിടെ വോയിഡ് ഉണ്ടാകുന്ന സമയത്തും എക്സ്റേ അവിടെ ആ സ്പെസിമെനിൽ അബ്സോർബ് ചെയ്യുന്ന എക്സ്റേയുടെ എമൗണ്ട് കുറവാണ്. അതുകൊണ്ട് ഇതിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് ഫിലിമിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് കൂടുതലായിരിക്കും, അവിടെ ഡാർക്കനിങ് കൂടുതലായിരിക്കും. അതാണ് പറഞ്ഞതിൻ്റെ മീനിങ്. അങ്ങനെയാണ് നമുക്ക് ആ ഒരു സ്പെസിമെനിൽ ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടി പറ്റുക. ഇതിനിപ്പം ഒരു യൂണിഫോം തിക്നെസ്സിലെ സ്പെസിമെനാണ്, ഡിഫക്റ്റ് ഒന്നുമില്ല, മീൻസ് എല്ലാ ഫിലിമിൻ്റെ എല്ലാ ലൊക്കേഷനിലും ഈ ഒരു കളറാണ് കാണാൻ വേണ്ടി പറ്റുക. എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉള്ള സമയത്താണ് നമുക്കതിൽ ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. If the radiation falling on the photographic film is high, the darkening will be high, and if the radiation falling on it is low, the extent of darkening will be low. That is how the contrast on the photographic film is seen depending upon the intensity of radiation falling on the film. അതായത് ഈ ഒരു കളർ കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്, ഈ ഒരു കളർ കോൺട്രാസ്റ്റ് കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഫിലിമും എക്സ്റേയിലെ ഇൻട്രാക്ഷൻ കൊണ്ട് തന്നെയാണ്. കൂടുതൽ എമൗണ്ട് അതിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡാർക്കനിങ് കൂടുതൽ, കുറച്ച് എമൗണ്ട് എക്സ്റേ ആണ് അതിൽ സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ ഡാർക്കനിങ് കുറവായിരിക്കും.
ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു കളർ കോൺട്രാസ്റ്റ് കാണാൻ വേണ്ടി പറ്റുന്നതും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതും. So this photographic film primarily contains an emulsion of a material which can easily interact with X-rays. ഓക്കെ, ഈ പ്രിൻസിപ്പിൾ പറഞ്ഞ സമയത്ത് തന്നെ അതിനൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എക്സ്റേ ഫിലിമിൻ്റെ നേച്ചർ എന്തായിരിക്കണമെന്ന്, അല്ലെങ്കിൽ അതിൽ ഏത് ടൈപ്പ് മെറ്റീരിയൽ വേണം ഈ എക്സ്റേ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്ത് നമുക്കൊരു ഇൻഡിക്കേഷൻസ് തരാൻ വേണ്ടി പറ്റുന്ന ടൈപ്പിലുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം ആ ഫിലിമിൽ യൂസ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. എന്നാൽ മാത്രമേ നമുക്കൊരു സ്പെസിമെന ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ലോ. ഓക്കെ, ഇനി ആ ഫിലിമിൻ്റെ പാർട്സ് ഏതൊക്കെയാണ് നോക്കാം. എക്സ്റേ ഫിലിം ഹാസ് ടോട്ടൽ തിക്നെസ് ഓഫ് 0.5 mm അപ്രോക്സിമേറ്റ്ലി ആൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ലെയേഴ്സ്. ഒരു എക്സ്റേ ഫിലിമിൻ്റെ ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ തിക്നെസ് ഈ ഒരു റേഞ്ചിലാണ് ഉണ്ടാവുക. ഇതിൽ വരുന്നത് ബേസ് ലെയർ ഉണ്ട്, പിന്നെ ഏറ്റവും സെൻട്രലായിട്ട് ബേസ് ലെയർ, ഏറ്റവും ഔട്ടറായിട്ട് പ്രൊട്ടക്റ്റിംഗ് ലെയർ ഉണ്ട്, പിന്നെ ഒരു ഇമൽഷൻ ലെയർ. ഇതിൽ ഇമൽഷൻ ലെയറാണ് ഇതിൽ ആക്റ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നത്. ആക്റ്റീവ് എലമെൻറ്റ് എന്ന് വെച്ചാൽ എക്സ്റേ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ആ സെൻസിലാണ് ആക്റ്റീവ് എലമെൻ്റ് എന്ന് പറഞ്ഞത്. അതിലൊരു ലെയേഴ്സ് നോക്കാം. ഫസ്റ്റത്തത് പ്രൊട്ടക്റ്റീവ് ലെയർ. ഇറ്റ് ഈസ് ലെയർ ഓഫ് ഹാർഡൻഡ് ജെലാറ്റിൻ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദി ഇമൽഷൻ ലെയർ ഫ്രം സ്ക്രാച്ച് ആൻഡ് ഡാമേജ് ബൈ നോർമൽ ഹാൻഡ്ലിംഗ്. ഏറ്റവും ഔട്ടർ ലെയറാണ് പ്രൊട്ടക്റ്റിംഗ് ലെയർ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ ആ ഇമൽഷൻ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ്. നോർമൽ ഹാൻഡ്ലിങ്ങിൽ ആ ഇമൽഷൻ ലെയറിൽ ഒരു ഡാമേജൊന്നും ഇല്ലാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രൊട്ടക്റ്റിംഗ് ലെയറിൻ്റെ ഫങ്ഷൻ. അടുത്തത് ബേസ് ലെയർ, സെൻറ്ററിലുള്ളത്. ഇറ്റ് ഈസ് എ തിൻ ഷീറ്റ് ഓഫ് പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയൽ വിച്ച് സപ്പോർട്ട്സ് ദി ഫോട്ടോഗ്രാഫിക് ഇമൽഷൻ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി സർഫസ്. ഇതാണ് ബേസ് ലെയർ. അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ഇമൽഷൻ ലെയർ കോട്ട് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പം വൺ സൈഡ് മാത്രം കോട്ട് ചെയ്യുന്നതും ഉണ്ട്. അടുത്തത് ബോണ്ടിങ് ലെയർ അല്ലെങ്കിൽ സബ് സ്ട്രാറ്റം. എ വെരി തിൻ ലെയർ ഓഫ് ജെലാറ്റിൻ ഈസ് യൂസ്ഡ് ടു ബോണ്ട് ദ ഇമൽഷൻ ലെയർ ആൻഡ് ബേസ് ലെയർ ടുഗെദർ. ബോണ്ടിങ് ലെയറിൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ ഇമൽഷൻ ലെയറും ബേസ് ലെയറും തമ്മിൽ ബോണ്ട് ചെയ്യിക്കുന്നതാണ്. മീൻസ് ഇതിന് ശരിക്കും ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നത് ബേസ് ലെയറാണ്. ഓക്കെ, അതും ആ ഇമൽഷൻ ലെയർ, നമ്മുടെ ആക്റ്റീവ് എലമെൻ്റ് ആയിട്ടുള്ള ആ ഇമൽഷൻ ലെയർ നമ്മൾ ബോണ്ട് ചെയ്യിക്കുകയാണ് ഈ ഒരു ബോണ്ടിങ് ലെയർ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇമൽഷൻ ലെയർ. ദ ഇമൽഷൻ മെറ്റീരിയൽ ഈസ് സിൽവർ ഹാലൈഡ് ആൻഡ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഈസ് സിൽവർ ബ്രോമൈഡ്. The silver bromide particles are coated on both sides of base layer. ഇമൽഷൻ ലെയർ അത് നോർമലി ഉണ്ടാകുന്നത്, അതിനാണ് എക്സ്റേ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത്. നോർമലി ആ ഇമൽഷൻ ലെയർ എന്ന് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണ്? സിൽവർ ഹാലൈഡ് പാർട്ടിക്കിൾസ് ആണ്. കോമൺലി യൂസ് ചെയ്യുന്നത് ഹാലൈഡ് അല്ലെങ്കിൽ സിൽവർ ബ്രോമൈഡാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. നോർമലി യൂസ് ചെയ്യുന്നത് എന്താ? ബേസ് ലെയറിൻ്റെ ടു സൈഡ്സ്, രണ്ട് സൈഡിലും ആ സിൽവർ ബ്രോമൈഡ് പാർട്ടിക്കിൾസ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. ടു സൈഡ് കോട്ടഡ് ഫിലിമാണെങ്കിൽ രണ്ട് സൈഡിലും അത് കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതിന് എക്സ്റേ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഫിലിം എക്സ്റേ ഇൻട്രാക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് പറയുന്നത്, when the film is exposed to X-ray radiation, the silver bromide particles interact with the X-rays. The X-ray energy will be absorbed by these particles and it will release the silver ions and will form the latent image which is further processed and developed. അതായത് ഈ സിൽവർ ബ്രോമൈഡും എക്സ്റേയും തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? സിൽവർ അയൺസിനെ റിലീസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് ലാറ്റൻ്റ് ഇമേജ് ആണ്. ലാറ്റൻ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ഇമേജ്. നമുക്കത് നോക്കിയാൽ ഡയറക്റ്റായിട്ട് അതിൽ നിന്ന് നന്നായി റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് ആ ഹിഡൻ എന്നുള്ള സെൻസ് വരുന്നത്. അതിനെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്താണ് ആക്ച്വൽ നമ്മളെ എക്സ്റേ ഫിലിം കാണുന്ന ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിലിം കിട്ടുന്നത്. ഓക്കെ, അപ്പോൺ പ്രോസസ്സിങ് ദ ഗ്രെയിൻസ് ദാറ്റ് ഹാവ് ബീൻ എക്സ്പോസ്ഡ് വിൽ ബി ഡാർക്കൻഡ്. ആ പ്രോസസ്സിങ്ങിന് ശേഷം എന്താണ്? ആ ഗ്രെയിൻസ്, ആ സിൽവർ ബ്രോമൈഡിൻ്റെ അതിൻ്റെ ഗ്രെയിൻസ് എക്സ്റേ ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത ആ ഗ്രെയിൻസ് എന്തായിരിക്കും? ഡാർക്കൻഡ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. Thus the darkness of the film is directly a function of exposure of the grains on the film to the radiation. അടുത്തത് ടൈപ്സ് ഓഫ് എക്സ്റേ ഫിലിംസ്.
Classification of X-ray films are made on the following grounds. First one, on the basis of photosensitive emulsion layer, single coated and double coated. Then on the basis of intensifying screens, screen films and non-screen films. On the basis of type of emulsion coating, blue light sensitive films, green light sensitive orthochromatic films, red light sensitive panchromatic films. And fourth one, on the basis of speed of film, high speed film and low speed films. ഇതിൽ എന്താണ് സ്ക്രീൻഡ് ഫിലിംസ് അല്ലെങ്കിൽ എന്താണ് ഹൈ സ്പീഡ് അല്ലെങ്കിൽ ലോ സ്പീഡ് ഫിലിംസ് ഒക്കെ വേണം ഡിസ്കസ് ചെയ്യും. ഇതാണ് ജസ്റ്റ് എൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് അറിഞ്ഞു വെക്കുക. അടുത്ത ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിലിംസ്. ഫസ്റ്റ് വൺ, ഫിലിം ഡെൻസിറ്റി. റേഡിയോഗ്രാഫിക് ഡെൻസിറ്റി ഈസ് എ മെഷർ ഓഫ് ദി ഡിഗ്രി ഓഫ് ഫിലിം ഡാർക്കനിങ്. ഫിലിം ഡെൻസിറ്റി അല്ലെങ്കിൽ റേഡിയോഗ്രാഫിക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മെഷറാണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഫിലിം ഡാർക്കനിങ്. അതായത് ഫിലിം ഡാർക്കനിങ്ങിൻ്റെ ഒരു മെഷറാണ് ഈ റേഡിയോഗ്രാഫിക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, എ മെഷർ ഓഫ് എമൗണ്ട് ഓഫ് എക്സ്പോഷർ സീൻ ബൈ ഡെവലപ്ഡ് ഫിലിം ഈസ് കോൾഡ് ഫിലിം ഡെൻസിറ്റി. ഫിലിം ഡെൻസിറ്റി ഡി ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ആസ് ഡി ഈസ് ഈക്വൽ ടു ലോഗ് I0 by IT. I0 is equal to intensity of light incident on the film. IT is equal to intensity of light transmitted through the film. നമ്മളിത് എക്സ്പ്രസ് ചെയ്യുന്നത് ഫിലിം ഡെൻസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് ഡി ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് I0 by IT ആണ്. അതായത് I0 എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, IT എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റഡ്, ആ ഫിലിമിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി, ഇതിൻ്റെ റേഷ്യോ ലോഗ്, ആ റേഷ്യോ ആണ് ഫിലിം ഡെൻസിറ്റി ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? റേഡിയോഗ്രാഫിക് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഫിലിം ഡാർക്കനിങ്. അല്ല നമുക്ക് ആ കോൺട്രാസ്റ്റ് തരുന്നത്, കളർ കോൺട്രാസ്റ്റ് തരുന്നത്. ഓക്കെ, ഇവിടെ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ എക്സ്പ്രഷൻ ഡി ഈസ് ഈക്വൽ ലോഗ് I0 by IT ആണ്. ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഉള്ളിലിൻ്റെ നേരെ ഇൻവേഴ്സ് IT by I0 മീൻസ് എന്താണ്? ട്രാൻസ്മിറ്റൻസ്. പിന്നെ പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ്, 1 ട്രാൻസ്മിറ്റൻസ് എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് 100%. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ഓഫ് ട്രാൻസ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ 1 by ഈ ഒരു ടേം, അല്ലെങ്കിൽ I0 by IT. അതിൻ്റെ ലോഗ് എടുത്താൽ എന്താ? ഫിലിം ഡെൻസിറ്റിയാണ് കിട്ടുന്നത്. ഇനി ഇതിൽ ഞാനിപ്പോൾ ഡെൻസിറ്റി 2, ഫിലിം ഡെൻസിറ്റി ഞാനിപ്പോൾ 2 ആണെന്ന് പറയുന്നത്. അതിൻ്റെ ആക്ച്വൽ മീനിങ് എന്താ വരുന്നത്? ഓൺലി 1% ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ഫിലിം. ഫിലിം ഡെൻസിറ്റി 2. ഇനി റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര പെർസെൻറ്റേജ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ ഫിലിമിലൂടെ? ഓൺലി 1% മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ഫിലിം ഡെൻസിറ്റി 4 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുള്ളൂ? 0.01% മാത്രമാണ് അതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി ഫിലിം ഡെൻസിറ്റി 0, അതെന്താ കേസ് വരുന്നത്? 100% ലൈറ്റും ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയാണ്. അത് നമ്മുടെ ഫേവറബിൾ കണ്ടീഷനാണോ? അല്ല. നമ്മുടെ ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹയർ ഡെൻസിറ്റിയാണ്. കോൺട്രാസ്റ്റ് വിത്തിൻ എ ഫിലിം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി. സോ ഇൻ ജനറൽ ഹയർ ഡെൻസിറ്റി ഈസ് ബെറ്റർ. നമ്മളെ ഫേവറബിൾ എന്ന് വെച്ചാൽ ഹയർ ഡെൻസിറ്റിയാണ്. ഹയർ ഡെൻസിറ്റി ആവുന്ന സമയത്ത് നമുക്ക് ബെറ്റർ കോൺട്രാസ്റ്റ്, ആ കളർ കോൺട്രാസ്റ്റ് നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടും. അടുത്ത പ്രോപ്പർട്ടി, ഫിലിം ഗ്രെയിനിനെസ്. അനദർ പ്രോപ്പർട്ടി വിച്ച് ഇൻഫ്ലുവൻസ് ദ ക്വാളിറ്റി ഓഫ് ദ ഇമേജ് ഈസ് ഫിലിം ഗ്രെയിനിനെസ്. അതായത് ഈ ഫോട്ടോഗ്രാഫിക് ഫിലിം അതിൽ ബേസായിട്ട് വരുന്നത് സിൽവർ ബ്രോമൈഡ് പാർട്ടിക്കിൾസ്. സിൽവർ ബ്രോമൈഡ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്. ആ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് സം ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യും, അല്ലെങ്കിൽ സ്മോൾ ക്രിസ്റ്റൽസ്, അല്ലെങ്കിൽ ആ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഗ്രെയിൻസ് 2 ടൈപ്പിൽ, ഫൈൻ ഗ്രെയിൻസും ഉണ്ടാവും, ഫൈൻ ഗ്രെയിൻഡ് സ്ട്രക്ചറും ഉണ്ടാവും, അതേപോലെ കോസ് ഗ്രെയിൻഡ് സ്ട്രക്ചറും ഉണ്ടാവും. ഓക്കെ, ഇതിൽ ഫൈൻ ഗ്രെയിൻഡ് സ്ട്രക്ചറിലെ ഫിലിം അല്ലെങ്കിൽ കോസ് ഗ്രെയിൻഡ് സ്ട്രക്ചറിലെ ഫിലിം, അതിൻ്റെ രണ്ടിൻ്റെയും റെസ്പോൺസ് 2 രീതിയിലായിരിക്കും. എ ഫൈൻ ഗ്രെയിൻ ഫിലിം ഈസ് capable ഓഫ് പ്രൊഡ്യൂസിങ് ആൻ ഇമേജ് വിത്ത് ഹൈ ക്വാളിറ്റി ദാൻ കോസ് ഗ്രെയിൻ ഫിലിം. മീൻസ് ഹൈ ക്വാളിറ്റി ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഫൈൻ ഗ്രെയിൻഡ് ഫിലിംസ് ആണ്. കോസ് ഗ്രെയിൻഡ് ആവുന്ന സമയത്തോ ഇമേജ് ക്വാളിറ്റിയിൽ റിഡക്ഷൻ ഉണ്ടാവും. ഫോർ എ കോസ് കൈൻഡ് ഓഫ് graininess, the quality of image is not so good because these grains will tend to blur the image. അടുത്തത് സ്പീഡ് ഓഫ് ദി ഫിലിം.
Film speed is another important film parameter. Based on the grain size and exposure time, films are mainly classified into high speed film and low speed film. ഫിലിമിനെ സ്പീഡിൻ്റെ ബേസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഹൈ സ്പീഡ് ഫിലിം ആൻഡ് ലോ സ്പീഡ് ഫിലിം. ഓക്കെ, അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫിലിം എക്സ്പോഷർ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി, അതെന്ന് വെച്ചാൽ രണ്ട് പാരാമീറ്ററിൻ്റെ പ്രൊഡക്റ്റാണ്. ഫിലിം എക്സ്പോഷർ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഇൻറ്റു ടൈം ഓഫ് എക്സ്പോഷർ. ഓക്കെ, ഞാനിവിടെ ഒരു ഫിലിം ക്യാരക്ടറിസ്റ്റിക്സ് കർവ് കാണിച്ചിട്ടുണ്ട്. ഫിലിം ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് വെച്ചാൽ പ്ലോട്ടാണ്. വൈ കോർഡിനേറ്റ് എടുത്തിരിക്കുന്നത് ഡെൻസിറ്റി, റേഡിയോഗ്രാഫിക് ഡെൻസിറ്റിയാണ്. എക്സ് കോർഡിനേറ്റ് എടുത്തിരിക്കുന്നത് ലോഗ് ഓഫ് റിലേറ്റീവ് എക്സ്പോഷർ. ഇതിൽ എക്സ്പോഷറിൽ എന്ത് വന്നു, ടൈമിൻ്റെ ഒരു ഫാക്ടർ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇൻറ്റൻസിറ്റി ഫിക്സ് ചെയ്ത് വെക്കുന്നത്, ഇൻറ്റൻസിറ്റി ഫിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റിക്കാണെങ്കിൽ എനിക്കൊരു പർട്ടിക്കുലർ ഡെൻസിറ്റി, ഇപ്പോൾ 2.5 ഡെൻസിറ്റിയാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം എനിക്ക് ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ടൈം ഓഫ് എക്സ്പോഷർ എത്രയാണെന്ന് ഈ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് നിനക്ക് കിട്ടും. മീൻസ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറയുന്നത് മാനുഫാക്ചറർ പ്രൊവൈഡ് ചെയ്യുന്ന കർവാണ്. ഓക്കെ, ഫിലിമിൽ ടെസ്റ്റ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കർവാണിത്. അത് ഡിഫറെൻറ്റ് ഫിലിംസ് മാറുന്നതിനനുസരിച്ചിട്ട് ആ ഡിഫറെൻറ്റ് കർവ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഞാനൊരു കേസ് നോക്കുന്നതാണെങ്കിൽ, ഓക്കെ, ഞാൻ ഒരു പർട്ടിക്കുലർ ഫിലിം ഡെൻസിറ്റിക്ക് വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടൈം വേണം. ഞാൻ എന്ത് ചെയ്തു, ഇൻറ്റൻസിറ്റി ഫിക്സ് ചെയ്തു. അന്നേരം ടൈം ഓഫ് എക്സ്പോഷർ എത്രയാണെന്ന് നോക്കാമെന്ന്. ഇപ്പം ഡെൻസിറ്റി ഞാൻ 2 ഫിക്സ് ചെയ്യുന്നു. ഈ ഒരു ഫസ്റ്റ് ഫിലിം ആണെങ്കിൽ, ബി എന്ന് നെയിം കൊടുത്ത ഫിലിം ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ടൈം ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ഒരു ജിയിലോട്ട് വരുന്ന സമയത്ത് 2 സെയിം ഫിലിം ഡെൻസിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ടൈം എന്തായി, ഇൻക്രീസ് ചെയ്തു. കാരണം ഞാൻ ഇൻറ്റൻസിറ്റി അവിടെ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. മീൻസ് ഏത് ഫിലിം സ്പീഡാണെന്ന് പറയാം, ഈ ഒരു ബി എന്ന് പറഞ്ഞ ഫിലിം ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഹൈ സ്പീഡ് ഫിലിമാണെന്ന് പറയാം. ഓക്കെ, അതാണ് ഫിലിം സ്പീഡിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. ഹൈ സ്പീഡ് ഫിലിം, എ ഫിലിം ഈസ് കോൾഡ് ഹൈ സ്പീഡ് ഫിലിം വെൻ ഇറ്റ് ഗ്രെയിൻസ് വുഡ് ബിഗിൻ റിയാക്ടിങ് ടു എക്സ്പോഷർ കൺസിഡറബിളി സൂണർ ദാൻ അതർ ഫിലിംസ്. അതായത് അതിൻ്റെ ഗ്രെയിൻസ് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇറ്റ്സ് grains would begin reacting to exposure considerably sooner than other films. For a constant intensity, the grains of high-speed film would produce required density before the grains of low-speed film. നേരത്തെ ഫിഗറിന് പറഞ്ഞതാണ്. Thus, exposure time will be shorter for a high-speed film. ഈ ഹൈ സ്പീഡ് ഫിലിം അത് പെട്ടെന്ന് തന്നെ ഒരു പർട്ടിക്കുലർ ഡെൻസിറ്റി, ഫിലിം ഡെൻസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പോഷർ ടൈം എന്തായിരിക്കും, ഹൈ സ്പീഡ് ഫിലിമിൻ്റെ എക്സ്പോഷർ ടൈം എന്ന് പറയുന്നത് കുറവായിരിക്കും. പക്ഷേ ക്വാളിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ഹൈ സ്പീഡ് ഫിലിംസ് വിൽ ഹാവ് ലാർജർ ഗ്രെയിൻസ് ആൻഡ് ദെർഫോർ മേ നോട്ട് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ദി മൈന്യൂട്ട് ഡീറ്റെയിൽസ്. അല്ലെങ്കിൽ ഇമേജ് ക്വാളിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ഹൈ സ്പീഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് കുറവാണ്. ഇനി ലോ സ്പീഡ് ഫിലിംസ് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. A film is called low speed film when its grains would begin reacting to exposure considerably slower than other films. മീൻസ് ഇവിടെ റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്ന ആ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറച്ച് ഹയർ ആയിരിക്കും. അതുകൊണ്ടാണ് ലോ സ്പീഡ് ഫിലിം എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പോഷർ ടൈം എന്തായിരിക്കും, കൂടുതലായിരിക്കും. ലോ സ്പീഡ് ഫിലിംസ് വിൽ ഹാവ് ഫൈൻ ഗ്രെയിൻസ് വിച്ച് ഗിവ്സ് ബെറ്റർ ഇമേജ് ക്വാളിറ്റി. ഹൈ സ്പീഡ് ഫിലിംസിൻ്റെ കേസിൽ കോസ് ഗ്രെയിൻസ് ആയിരുന്നു. പക്ഷേ ലോ സ്പീഡ് ഫിലിംസ് ടൈം ഓഫ് എക്സ്പോഷർ കൂടുതലാണ്, എൻ്റെ ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞാൽ ഫൈൻ ഗ്രെയിൻസ് ആണ്. പക്ഷേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ക്വാളിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അടുത്തത് സ്ക്രീൻസ് യൂസ്ഡ് ഇൻ റേഡിയോഗ്രഫി. The efficiency of image formation or the quality of image can be improved using intensifying screens. Their effect is to enhance primary radiation in providing a sharp image while reducing the scattered radiation that contribute to image shadows. സ്ക്രീൻസ്, അതിൻ്റെ പേരെന്നെ സ്ക്രീൻസ് അല്ലെങ്കിൽ ഇൻറ്റൻസിഫയിങ് സ്ക്രീൻസ്.
അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇമേജിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻറ്റൻസിഫയിങ് സ്ക്രീൻസ്. എൻ്റെ പേര് പോലെ തന്നെ അതിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് വെച്ചാൽ രണ്ട് ഫങ്ഷൻസാണ് മെയിനായിട്ട് വരുന്നത്. അതായത് ഫസ്റ്റത്തത് ഇൻറ്റൻസിഫൈ പ്രൈമറി റേഡിയേഷൻ അല്ലെങ്കിൽ എൻഹാൻസ് പ്രൈമറി റേഡിയേഷൻ, അതാണ് അതിൻ്റെ ഫസ്റ്റത്തത്. അതങ്ങനെ എൻഹാൻസ് ചെയ്യുന്നതിൽ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് സ്ക്രീൻസ് ഉണ്ട്, അത് പറയുമ്പോൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ഫങ്ഷൻ എന്ന് വെച്ചാൽ സ്കാറ്റേർഡ് റേഡിയേഷനെ റെഡ്യൂസ് ചെയ്യൽ. സ്കാറ്റേർഡ് റേഡിയേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു വരുന്ന സോഴ്സിൽ നിന്ന് വരുന്ന എക്സ്റേസ് ചിലപ്പോൾ സ്പെസിമെൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ തട്ടിയിട്ട് എന്ത് ചെയ്യുക, സ്കാറ്റർ ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ വാൾസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തട്ടിയിട്ട് സ്കാറ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിലെത്തുന്നുണ്ടെങ്കിൽ അവിടെ തട്ടിയിട്ടൊക്കെ സ്കാറ്റർ ചെയ്തിട്ട് ഫിലിമിലോട്ട് അത് വരും. മീൻസ് ആ സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അത് ഫിലിമിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇമേജിൻ്റെ ക്വാളിറ്റീനെ അത് അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. മീൻസ് ഈ പ്രൈമറി റേഡിയേഷൻ നമുക്ക് ആവശ്യമുള്ളതാണ്. ആ സ്കാറ്റേർഡ് റേഡിയേഷൻസ് ഈ സൈഡിലൊക്കെ തട്ടിയിട്ട് സ്കാറ്റർ ചെയ്തിട്ട് വരുന്ന റേഡിയേഷൻസ് അത് നമുക്ക് അൺവാണ്ടഡ് ആണ്. അതിനെന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. സ്ക്രീനിലെത്തുന്നതിന് മുമ്പിട്ട് എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു ഫങ്ഷനും കൂടെ സ്ക്രീനിലെത്തുന്നതിന് മുമ്പല്ല, ഫിലിമിലെത്തുന്നതിന് മുമ്പേ അത് എലിമിനേറ്റ് ചെയ്യണം. അതായത് ആ സ്കാറ്റേർഡ് റേഡിയേഷൻസ് ഫിലിമിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുമ്പേ അത് എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു ഫങ്ഷൻ അതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് അതിനെ ഇൻറ്റൻസിഫൈ ചെയ്യുക, ഈ വരുന്ന പ്രൈമറി റേഡിയേഷനെ ഇൻറ്റൻസിഫൈ ചെയ്യുക. പിന്നെ സ്കാറ്റേർഡ് റേഡിയേഷൻസിന് ആ ഫിലിമിൽ എത്തുന്നതിനൊപ്പം എലിമിനേറ്റ് ചെയ്യുക. അത് രണ്ടുമാണ് സ്ക്രീൻസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നോർമലി സ്ക്രീൻസ് ഇതാണ് ഫിലിമെങ്കിൽ നോർമലി സ്ക്രീൻസ് അതിൻ്റെ രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സ്ക്രീൻസ് ആർ ഓഫ് 2 types, മെറ്റൽ ഫോയിൽ സ്ക്രീൻ ആൻഡ് ഫ്ലൂറസെൻറ്റ് സാൾട്ട് സ്ക്രീൻസ്. ഫസ്റ്റ് വൺ, മെറ്റൽ ഫോയിൽ സ്ക്രീൻസ്. Metal foil screens are usually lead foil screens consisting of lead foil mounted on cardboard or plastic. These are used in pairs by sandwiching the film between them. അതായത് ആ ഫിലിമിൻ്റെ രണ്ട് സൈഡിലും അത് പ്രൊവൈഡ് ചെയ്യണം. തൊട്ട് മുമ്പിലത്തെ ഇമേജിൽ കാണിച്ച പോലെ. വൺ ഓഫ് ദ സ്ക്രീൻസ് ഫേസിംഗ് ദ സോഴ്സ് സൈഡ് ഈസ് കോൾഡ് ഫ്രണ്ട് സ്ക്രീൻ ആൻഡ് അതർ ബാക്ക് സ്ക്രീൻ വിച്ച് ഈസ് പ്ലേസ്ഡ് ബിഹൈൻഡ് ദി ഫിലിമിൻ്റെ ഫ്രണ്ട് സൈഡിൽ മീൻസ് ഫിലിമിൻ്റെയും സോഴ്സിൻ്റെയും ഇടയിൽ വരുന്നത് അതാണ് ഫ്രണ്ട് സ്ക്രീൻ, മറ്റേത് ബാക്ക് സ്ക്രീൻ. മെറ്റൽ ഫോയിൽ സ്ക്രീനിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലെഡ് ഫോയിൽസാണ്. ഓക്കെ, ഇനി എങ്ങനെയാണത് ഇമേജിനെ എൻഹാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമേജ് ക്വാളിറ്റീനെ എൻഹാൻസ് ചെയ്യുന്നത്? ഒരു ഫംഗ്ഷൻ എന്തായിരിക്കും? സ്കാറ്റേർഡ് റേഡിയേഷൻസിനെ എലിമിനേറ്റ് ചെയ്ത്, അതായത് ഈ ഒരു പോയിൻ്റ് it filter out the low intensity scatter radiation, thereby producing greater contrast and clarity in radiographic image. ഇനി അല്ലാണ്ടുള്ള ഫംഗ്ഷൻ, ആ ഇൻറ്റൻസിഫിക്കേഷൻ ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത്? എൻഹാൻസ്മെൻറ്റ് ഓഫ് ഫോട്ടോഗ്രാഫിക് ആക്ഷൻ ഓൺ ദ ഫിലിം ഈസ് ബൈ ദി എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ആൻഡ് സെക്കൻഡറി റേഡിയേഷൻ ജനറേറ്റഡ് ഇൻ ദ ലെഡ്. ഹയർ ഇൻറ്റൻസിഫിക്കേഷൻ റെഡ്യൂസസ് എക്സ്പോഷർ ടൈം. അതായത് ഇൻറ്റൻസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കറസ്പോണ്ടിങ് എക്സ്പോഷർ ടൈം, അത് സാമ്പിൾ എക്സ്പോഷർ ടൈം ടു എക്സ്റേ, അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ മെയിനായിട്ട് എന്താ വരുന്നത്? ഫോട്ടോ ഇലക്ട്രോൺസ് ആണ്. അതായത് ഈ എക്സ്റേസ് ഈ ലെഡ് ഫോയിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ആ ലെഡ് ഫോയിൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. അത്രയും എനർജിയിലെ എക്സ്റേ ആണ് അതിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. ആ ഇലക്ട്രോൺസ് നേരെ ഫിലിമിൽ പോയിട്ട് അവിടെയുള്ള സിൽവർ ബ്രോമൈഡ് പാർട്ടിക്കിൾസായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഇൻറ്റൻസിഫൈ ചെയ്യുന്നത്, പ്രൈമറി റേഡിയേഷനെ ഇൻറ്റൻസിഫൈ ചെയ്യുന്നത് മെറ്റൽ ഫോയിൽ സ്ക്രീൻസിൻ്റെ കേസിൽ. ഓക്കെ, ആ ഇൻറ്റൻസിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്താണ്? നമുക്ക് എക്സ്പോഷർ ടൈം കുറക്കാൻ വേണ്ടി പറ്റും. അടുത്തത് ഫ്ലൂറസെൻ്റ് ഇൻറ്റൻസിഫൈങ് സ്ക്രീൻ ഓർ സാൾട്ട് സ്ക്രീൻസ്. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് വരുന്നത് എക്സ്റേ ഫിലിംസ് ആർ മോർ സെൻസിറ്റീവ് ടു വിസിബിൾ ലൈറ്റ് കമ്പയർഡ് ടു എക്സ്റേ റേഡിയേഷൻ. ദസ് ദ ഒബ്ജക്റ്റീവ് ഹിയർ ഈസ് ടു കൺവേർട്ട് എക്സ്റേ ഫോട്ടോൺസ് ഇൻറ്റു വിസിബിൾ ഫോട്ടോൺസ്. അതായത് നമ്മൾ ഈ എക്സ്റേ ഫിലിംസ് അത് നോർമൽ എക്സ്റേ റേഡിയേഷനെക്കാട്ടും സെൻസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കാണ് വിസിബിൾ ലൈറ്റിനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ആ സോഴ്സിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് സ്പെസിമെൻ പാസ് ചെയ്തിട്ട് വരുന്ന എക്സ്റേ റേഡിയേഷനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്?
വിസിബിൾ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കാരണം ആ ഫിലിം എന്ന് പറയുന്നത് മോർ സെൻസിറ്റീവ് ടു വിസിബിൾ ലൈറ്റ്. അതാണ് ഇവിടുത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫ്ലൂറസെൻ്റ് ഇൻറ്റൻസിഫയിങ് സ്ക്രീൻസ് ഓർ സാൾട്ട് സ്ക്രീൻസ് കൺസിസ്റ്റ് ഓഫ് എ powdered fluorescent material such as calcium tungstate or barium lead sulfate. A thin uniform layer of fluorescent material with a suitable binder is spread on a cardboard or a plastic support. ഇവിടെ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലൂറസെൻ്റ് മെറ്റീരിയലാണ്, അല്ല ഫ്ലൂറസെൻ്റ് പൗഡർ. അതായത് മെറ്റീരിയൽ കാൽഷ്യം ടങ്സ്റ്റേറ്റ് അല്ലെങ്കിൽ ബേരിയം ലെഡ് സൾഫേറ്റ്. ഇതെന്ത് ചെയ്യും, ഈ ഫൈൻ പൗഡേർഡ് ആ ഒരു പ്ലാസ്റ്റിക് ഒരു സപ്പോർട്ടിൻ്റെ മുകളിൽ ഒരു യൂണിഫോം ലെയർ, ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഒരു യൂണിഫോം ലെയർ കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ ഇതെന്ത് ചെയ്യും, സ്ക്രീൻ എന്ത് ചെയ്യും, ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ഫിലിമിൻ്റെ സൈഡ്സിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിൽ എക്സ്ട്രാ റേഡിയേഷൻസ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഈ ഫിലിംസ് വിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യും. ഈ സ്ക്രീൻസ് വിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യും. ആ സ്ക്രീൻസിൻ്റെ മുകളിൽ, ആ ഫ്ലൂറസെൻ്റ് സ്ക്രീനിൻ്റെ മുകളിൽ എക്സ്റേ റേഡിയേഷൻസ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് വിസിബിൾ ലൈറ്റിനെ എമിറ്റ് ചെയ്യും. ആ വിസിബിൾ ലൈറ്റാണ് പിന്നെ നമ്മുടെ ഫിലിമുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ദ ഇൻറ്റൻസിറ്റി ഓഫ് എമിറ്റഡ് ലൈറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അതായത് ഈ ഒരു സ്ക്രീൻ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അതിൽ സ്ട്രൈക്ക് ചെയ്യുന്ന എക്സ്റേ ഇൻറ്റൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഫ്ലൂറസെൻ്റ് സാൾട്ട് സ്ക്രീൻ ഈസ് to drastically reduce the exposure time since intensification factor is very high compared to LED intensifying screens. അതായത് ഫ്ലൂറസെൻ്റ് സ്ക്രീനിൻ്റെ ഇൻറ്റൻസിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഹൈ ആണ്, അതുകൊണ്ട് നമുക്ക് എക്സ്പോഷർ ടൈം കുറക്കാൻ വേണ്ടി പറ്റും. ഹൗവർ ദ ഇൻറ്റൻസിഫിക്കേഷൻ ഫാക്ടർ ഡിമിനിഷസ് ബോത്ത് അറ്റ് ലോവർ ആസ് വെൽ ആസ് വെരി ഹൈ എനർജീസ്. ഒരു പർട്ടിക്കുലർ എനർജി റേഞ്ചിൽ നിന്ന് പുറത്ത് പോയാൽ ഇൻറ്റൻസിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ലോ വാല്യൂയി മാറും. Foreign particles such as dirt, dust, etc. should be prevented from accumulating between screen and film as they tend to cast their shadow on the film. അതായത് ഈ ഫിലിമിൻ്റെയും സ്ക്രീനിൻ്റെ ഇടയ്ക്ക് ഫോറിൻ പാർട്ടിക്കിൾസ് ഒന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അത് ഉണ്ടായാൽ എന്താണ്, ആ ഫിലിമിൻ്റെ ക്വാളിറ്റീനെ അഡ്വേഴ്സായിട്ട് അത് അഫക്റ്റ് ചെയ്യും.